രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിൻ്റെ പുറം ചട്ടയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദ ഹിസ്റ്ററി ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ചരിത്രം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏതാണ്? നമ്മുടെ ഭാരതം, ഇന്ത്യയാണ് അല്ലേ. 1947 സ്വാതന്ത്ര്യം നേടിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമ്മുടെ ഭാരതം നിലനിന്നു പോകുന്നതിൻ്റെ മൂലകാരണങ്ങളിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ തന്നെയാണ് അല്ലേ. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാ സമരങ്ങളും, എല്ലാ മുന്നേറ്റങ്ങളും, എല്ലാ വിപ്ലവങ്ങളും ഉണ്ടായിരിക്കുന്നത് അവകാശ സമരങ്ങൾക്ക് വേണ്ടിയാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു അവയെല്ലാം. ഫ്രഞ്ച് വിപ്ലവം എടുത്താലും റഷ്യൻ വിപ്ലവം എടുത്താലും, എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുത്ത് പഠിച്ചാൽ പോലും അതിൻ്റെയൊക്കെ മൂലകാരണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നാം മനസ്സിലാക്കി വെക്കേണ്ടുന്നതാണ് മൗലിക അവകാശങ്ങൾ. കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗം കൂടിയാണ് മൗലിക അവകാശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പരാമർശിച്ചിരിക്കുന്നതെന്നും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഓക്കെ, യെസ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 പാർട്ടിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി വിഭാവനം ചെയ്തിരിക്കുന്നത്. പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ആർട്ടിക്കിൾസ് 12 to 35. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 12-ാം ആർട്ടിക്കിൾ മുതൽ 35-ാം ആർട്ടിക്കിൾ വരെയാണ് മൗലിക അവകാശങ്ങളെ പറ്റി നാം പഠിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35, 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഡിറൈവ്ഡ് ഇൻസ്പിറേഷൻ ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കൃത്യമായി പറഞ്ഞാൽ അവരുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന വലിയൊരു അവകാശ സംഹിത നമ്മുടെ മുൻപിലുണ്ട്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ദി മാഗ്ന കാർട്ട ഓഫ് അവർ കൺട്രി. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം പാർട്ട് 3 അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് അല്ലേ. എന്താണ് മാഗ്ന കാർട്ട? 1215 തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു അവകാശ പത്രികയാണ് മാഗ്ന കാർട്ട. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. അതുപോലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മീൻഡ് ഫോർ പ്രൊമോട്ടിംഗ് ദി ഐഡിയൽ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി. ഓർത്തു വെക്കുക, രാഷ്ട്രീയപരമായ ജനാധിപത്യം, പൊളിറ്റിക്കൽ ഡെമോക്രസി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് മൗലിക അവകാശങ്ങളെ നാം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നിന്നും നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. മൗലിക അവകാശങ്ങളെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ പരാമർശിക്കപ്പെടുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നാം കടം കൊണ്ടത്. കൃത്യമായി പറഞ്ഞാൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് ഓർത്തിരിക്കുക. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഭാഗം 3.
ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭരണഘടനയുടെ ഭാഗം 3 ഭാഗം 3 പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് എന്നും ഓർത്തു വെക്കുക. അതുപോലെ മൗലിക അവകാശങ്ങൾ പൊളിറ്റിക്കൽ ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യുന്നു. പൊളിറ്റിക്കൽ ഡെമോക്രസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയാണ് മൗലിക അവകാശങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കി വെക്കുക.